എല്ലാവർക്കും വസുദൈവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശിവരാത്രിയെ കുറിച്ചാണ് പറയുന്നത്. നാളെയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി എന്നത് ഒരു ഉത്സവമാണ്. ആഘോഷത്തിനേക്കാൾ വ്രതത്തിനാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ശിവരാത്രി എന്ന് പറയുന്നത് ശിവന്റെ രാത്രി എന്നതിലുപരിയായിട്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് ആത്മജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് ശിവരാത്രി എന്ന് പറയാം. ശിവം എന്നാൽ ശുദ്ധബോധം അല്ലെങ്കിൽ പരമമായിട്ടുള്ള സത്യം എന്നൊക്കെയാണ് അർത്ഥം. മംഗളം തരുന്നത് എന്താണോ അതാണ് ശിവൻ. ഇനി രാത്രി എന്നാലോ തമസ്, അജ്ഞാനം, അഹങ്കാരം അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ശിവരാത്രി എന്നാൽ അജ്ഞാനമാകുന്ന ആ അന്ധകാരത്തെ നീക്കി ശിവബോധത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തുന്ന ഒരു രാത്രിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. ഇനി ഈ ദിവസത്തിലെ ചന്ദ്രന്റെ പ്രത്യേകത എന്താണെന്നോ? ചന്ദ്രൻ വളരെ ക്ഷീണിതനായിരിക്കും. അതായത് നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മനസ്സിൽ ഈ ക്ഷുദ്ര ചിന്തകൾ, അത്തരത്തിലുള്ള ചിന്തകളെല്ലാം പെരുകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം നമ്മൾ വളരെ ടയേർഡാവും. അപ്പം മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈശ്വര ഭജനം കൊണ്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഭജനവും എല്ലാം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ശിവൻ എന്ന് പറയുന്നത് ഒരു ദൈവരൂപം മാത്രമായിട്ട് കാണരുത്. ശിവൻ എന്നാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധ സത്വ ചൈതന്യത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. രൂപമില്ലാത്ത സത്യം, ജനനമില്ല, മരണമില്ല, ആരംഭമോ അവസാനമോ ഇല്ലാത്ത ഒരു സാക്ഷി ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ശിവൻ എന്ന് പറയുന്നത്. ഇനി ശിവലിംഗം എന്ന് പറയുന്നത്, ശിവലിംഗത്തിനൊരു തത്വമുണ്ട്. അതായത് ഇത് ശാസ്ത്രപരമായിട്ടും തത്വപരമായിട്ടും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അതായത് ശിവന്റെ ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ചിഹ്നം, ഒരു അടയാളം, രൂപരഹിതമായിട്ടുള്ള ഒരു സത്യം ഒരു ചിഹ്നത്തിലൂടെ സൂചിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഈ ശിവലിംഗം എന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. അതായത് ഈ ശിവരാത്രിയുടെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭഗവാൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കം ഇവർക്കിടയിൽ വരികയാണ്. അങ്ങനെ ഇവർക്കിടയിൽ ഈ ഒരു തർക്കം സംഭവിക്കുമ്പോൾ അവിടെ ഒരു തേജോ പുഞ്ചം പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ഭഗവാൻ പരമേശ്വരൻ അഗ്നിലിംഗ രൂപത്തിലാണ് അന്ന് അവതരിക്കുന്നത്. അങ്ങനെ ഈ ഒരു അത് വലിയൊരു രൂപത്തിലാണ് വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രൂപം പറയാണ്, നിങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ അറ്റം ആരാണോ കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും ഏറ്റവും ഉയർന്നവൻ എന്നുള്ള ഒരു ഇത് വരികയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് താഴേക്ക് പുറപ്പെടും. ബ്രഹ്മാവ് ഹംസത്തിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മുകളിലേക്കും പോകും. അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രത്യേകത എന്താണ്? സത്വഗുണ രൂപിയാണ് വിഷ്ണു ഭഗവാൻ. അപ്പോൾ ഭഗവാൻ കുറേ താഴേക്ക് പോയിട്ടും അവസാനം കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയാണ്. പക്ഷെ ബ്രഹ്മാവിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം രജോ ഗുണപ്രധാനിയാണ്. അപ്പോൾ തോൽവി സമ്മതിക്കാൻ അത്രക്കാർക്ക് പ്രയാസമായിരിക്കും. താൻ ചെയ്ത കർമ്മങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാനും അതിൽ തർക്കിക്കാനും വാദിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇവർ രജോ ഗുണപ്രധാനികളാണ്, ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയായതുകൊണ്ട് തോൽവി സമ്മതിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ആ ഒരു ജാള്യതയൊക്കെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹം മുകളിലേക്ക് പോകും തോറും അവിടെ ഒരു കൈതപ്പൂവിനെ കാണാണ്. അങ്ങനെ കൈതപ്പൂവിനെ കൂട്ടുപിടിച്ചിട്ട് കൈതപ്പൂവിനെ കൊണ്ട് കള്ളസാക്ഷി പറയിക്കുകയാണ്. അതായത് മുകൾ ഭാഗത്തിലേക്ക് ഇദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ള തരത്തിൽ കൈതപ്പൂവാണ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ട് കള്ളസാക്ഷി പറയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരുടെയും ആ ഒരു അവർ രണ്ടുപേരും അങ്ങനെ എത്തിച്ചേരാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ സത്യം പറയുകയും ബ്രഹ്മാവ് നുണ പറയുകയും ചെയ്തതോടു കൂടിയിട്ട് ഈ ഒരു തേജോമയമായിട്ടുള്ള ഈ പുഞ്ചം ഇത് ചെറുതായി, ശിവലിംഗം ചെറുതായി വന്നു. രണ്ടറ്റവും ഇവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഭഗവാൻ പരമേശ്വരൻ കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനെ ഒരിക്കലും പൂജയ്ക്കെടുക്കില്ല എന്ന് ശപിക്കുകയാണ്. അതുമാത്രമല്ല, ബ്രഹ്മാവിന് 5 തലകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആ തല അദ്ദേഹം കളയാണ്, ശിവൻ കളയാണ്. അപ്പോൾ സത്യം പറയുന്ന, സത്യത്തെ കാണാനായിട്ടുള്ള ഒരു കണ്ണ് അല്ലെങ്കിൽ ആ ഒരു ശിരസ് ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം അസത്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു കഥ ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്ന ഒരു അഹങ്കാരമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ബ്രഹ്മാവിനുണ്ടായിരുന്നത്. ആ ഒരു അഹങ്കാരത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്
അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിരസ് അറുത്ത് കളഞ്ഞത്. അപ്പം ഇവിടെ നമുക്കും ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ വന്നു പെടാം അല്ലെ. പല കാരണങ്ങൾ കൊണ്ടും പലതിലും ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും അഹങ്കരിക്കുന്നുണ്ട്. ഈ ഒരു അഹങ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തെ വീണ്ടെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യം നമ്മളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ട്, ഈ അഹങ്കാര തത്വത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, പാലാഴി മദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. പാലാഴിയിൽ അമൃതകുംഭം അമൃതം എടുക്കാനായിട്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്നുണ്ടല്ലോ. അങ്ങനെ പാലാഴി കടയുമ്പോൾ ഹലാഹല വിഷം വരുന്നുണ്ട്. ഇത് വളരെ കഠിനമായിട്ടുള്ള വിഷമാണ്. ഇത് സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പരമേശ്വരൻ ആ വിഷത്തെ കുടിക്കുകയാണ്, പാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ വിഷം താഴേക്ക് ഇറങ്ങിയാൽ ഭഗവാന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസ് എല്ലാം പുറത്തേക്ക് വരും. അത് അദ്ദേഹത്തിന് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഇനി ഇത് മുകളിലൂടെ പുറത്ത് വന്ന് ഭൂമിയിൽ പതിച്ചാലോ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് ഒഴുകാതിരിക്കാനായിട്ട് മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ വായ പൊത്തി ചങ്കിൽ നിന്നും താഴേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് സാക്ഷാൽ ഭഗവതി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിലും പിടിക്കും. അങ്ങനെ ആ വിഷം അവിടെ കണ്ഠത്തിൽ കുടുങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷം ആഹരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപകടങ്ങളും ആപത്തുകളും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് സാക്ഷാൽ പാർവതി ദേവിയും പരിവാരങ്ങളും ദേവന്മാരും എല്ലാം ചേർന്ന് അന്നത്തെ ദിവസം ഉറക്കമിളച്ചിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഉപവാസം അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ജപങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു ദിവസം അനുഷ്ഠിക്കുകയാണ്, ശിവരാത്രിയായിട്ട് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ആ ഒരു സ്മരണയ്ക്ക് കൂടിയിട്ടാണ് ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഒരു കഥ കൂടി ഇതിലുണ്ട്. ഈ വ്രതങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരിക്കലും ഭഗവാനെ പ്രീതിപ്പെടുത്താനല്ല, നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഇവിടെ ശിവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ ഉറക്കമിളക്കലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പലരും ചെയ്യുന്നത് കാണാം, സിനിമ കാണുക, TV കാണുക, പലതരത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ഉറങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഉറക്കമിളയ്ക്കുന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം തന്നെ വ്രതങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത്, ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നത്? യഥാർത്ഥത്തിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഉപവാസങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. ഉപവാസം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമാണോ ഉപവാസം? ഒരിക്കലുമല്ല. ഭഗവാനോടൊപ്പം ചേർന്നിരിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതായത് അന്നേ ദിവസം നമ്മൾ ഭഗവത് ചിന്തയിൽ മുഴുകുക, നാമജപങ്ങൾ, മന്ത്രങ്ങൾ ഇതെല്ലാം ജപിക്കുക, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുക. അങ്ങനെ നമ്മൾ എത്രമാത്രം ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ അതാണ് വ്രതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള മനോവിചാരങ്ങളെല്ലാം നമ്മുടെ കീഴടക്കാനായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമജപങ്ങളിലൂടെ, പാരായണങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ എല്ലാം ആ വിചാരങ്ങളെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനൊക്കെ പറയുന്നത്. പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ നമ്മൾ ജപിക്കുന്നത് അത്യുത്തമമാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയധികം ഉന്മേഷവും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യാൻ ഈ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സാധിക്കും. ഇനി അതുമാത്രമല്ല, പരമാവധി ഉറക്കമിളയ്ക്കുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുക, ഓം നമ ശിവായ എന്ന് ജപിക്കുക. ഇനി അതുമാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നാമങ്ങൾ എഴുതാം. എത്രമാത്രം നമുക്ക് എഴുതാൻ സാധിക്കുമോ അത്രയും എഴുതാം. അതുപോലെ പാരായണം ചെയ്യാം. ഈ ശിവപുരാണം പോലെയുള്ള പുരാണങ്ങളെല്ലാം പാരായണം ചെയ്യാം. ഇനി ശിവാഷ്ടോത്തര അതായത് ഭഗവാന്റെ 108 നാമങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഈ അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. ഇത് പാർവതി ദേവി വിഷ്ണു ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അതായത് പരമശിവനെ ഭർത്താവായിട്ട് ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറയാണ്, ഞാൻ അദ്ദേഹത്തെ നേടിയത് ഈ അഷ്ടോത്തര ശതം ജപിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദേവിക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പാർവതി ദേവി ഇത് 3 നേരവും ജപിക്കുകയും അത് നിത്യേന ജപിക്കുകയും ചെയ്യുന്നത് വഴി അദ്ദേഹത്തിൻ്റെ ശിവന്റെ നേർപാതി ശരീരം തന്നെ ഭഗവാൻ ദേവിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പമായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രമാത്രം ജപിക്കുന്നോ, എത്രമാത്രം നമ്മൾ പാരായണങ്ങൾ ചെയ്യുന്നോ, എത്രമാത്രം ധ്യാനിക്കുന്നോ, ഭഗവാന്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് ആത്മബോധത്തിലേക്ക് ഉണരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക എന്നുള്ളതാണ്.
ഈ ആത്മബോധത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണരാൻ സാധിക്കുമോ? ഇല്ല. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ശുദ്ധമാക്കി പരമാവധി മനസ്സിൽ ദ്രോഹചിന്തകൾ, ദുഷ്ടചിന്തകളൊന്നും ഇല്ലാതെ ശുദ്ധമായിട്ടുള്ള സാത്വികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു വരണം. അങ്ങനെ ധ്യാനത്തിലൂടെ ഭഗവാനുമായിട്ടൊരു ലയം സംഭവിക്കണം. എങ്ങനെയാണ് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുക? നമുക്ക് കഴിയുന്നത്ര സമയം നമുക്ക് ധ്യാനിക്കാം. ഭഗവാൻ ധ്യാനത്തെക്കുറിച്ച് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള ധ്യാനം എങ്ങനെയൊക്കെ നമുക്ക് ധ്യാനത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാമെന്നെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം ധ്യാനത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമോ, ഈ ഒരു ജപവും പാരായണവും കൂടാതെ ധ്യാനത്തിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ ജപം എന്നൊക്കെ പറയുന്നത് എന്താണ്? വീര്യമുള്ള ഗുളിക പോലെയാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം സംഭവിച്ചാൽ എത്രമാത്രം നമുക്കൊരു മെഡിസിൻ കൊണ്ട് നമുക്കതൊരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുമോ, അതേപോലെയാണ് നമ്മുടെ ജപം കൊണ്ട് മനസ്സിന് അത്രമാത്രം ശുദ്ധിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ശിവലിംഗത്തെ പൂജിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അതീവ ഗുണകരമായിരിക്കും. ശിവലിംഗത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ശിവലിംഗം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഉള്ളവരാണെങ്കിൽ ഒരു ആഴമുള്ള കുറച്ച് കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ വളരെ പതുക്കെ കുറച്ച് വെള്ളം എടുത്ത് അഭിഷേകം ചെയ്യുക. എത്രമാത്രം തവണ നമുക്ക് അഭിഷേകം ചെയ്യാൻ സാധിക്കുമോ അത്രയും നമ്മുടെ മനസ്സും ഭഗവാന് തണുപ്പ് അനുഭവപ്പെടും തോറും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിലാണല്ലോ ഭഗവാൻ ഇരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ ഒരു തണുപ്പ് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പാർത്ഥിവലിംഗം ഉണ്ടാക്കിയിട്ട് ഒരു രുദ്രാഭിഷേകം ചെയ്യാം എന്നൊക്കെ പറയും. അതായത് സീതാദേവി രാമേശ്വരത്ത് ശിവലിംഗം ഉണ്ടാക്കിയിട്ടുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. അതായത് ശ്രീരാമസ്വാമി ഒരുപാട് അസുരന്മാരെ വധിച്ചു, രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാപം നീങ്ങാൻ വേണ്ടിയിട്ട് ഭഗവാന് രുദ്രാഭിഷേകം ചെയ്യാനായിട്ട് ഇവർ എവിടേക്ക് വരും? ഈ ഒരു രാമേശ്വരത്തേക്ക് വരുന്നുണ്ട്. ഈ രാമേശ്വരത്ത് വന്നിട്ട് അവിടെ ശിവലിംഗം കിട്ടാൻ വേണ്ടിയിട്ട്, ശിവലിംഗം അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ഏൽപ്പിക്കുന്നുണ്ട്, കൈലാസത്തിൽ പോയി ഒരു ശിവലിംഗം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി പോയിട്ട് തിരിച്ചു വരാൻ സമയം വൈകിയതുകൊണ്ട് ഭഗവതി, അതായത് സീതാമാതാവ് അവിടെ ഉള്ള മണ്ണ് കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി. അങ്ങനെ ഭഗവാൻ ആ ഒരു സമയം കഴിയുന്നതിന് മുൻപായിട്ട് ആ മണ്ണ് കൊണ്ടുള്ള ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നും രാമേശ്വരത്തുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എത്രമാത്രം പൂജകൾ അവിടെ നടക്കുന്നുണ്ട്, അഭിഷേകങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരു മണ്ണ് കൊണ്ടുള്ള ആ ഒരു ശിവലിംഗത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് മണ്ണ് തന്നെയാണോ എന്ന് പലർക്കും സംശയം തോന്നുന്ന തരത്തിലാണ് ആ ഒരു ലിംഗത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ അവസാനം ഹനുമാൻ സ്വാമി നേരം വൈകിട്ടാണെങ്കിലും എത്തിച്ചേരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നാലോചിച്ച് അദ്ദേഹം വിഷമിക്കുമ്പോൾ ശ്രീരാമസ്വാമി പറയും, ഒരു കാര്യം ചെയ്തോളൂ, സീതാദേവി പ്രതിഷ്ഠിച്ചിട്ടുള്ള ലിംഗത്തെ മാറ്റിയിട്ട് അങ്ങ് കൊണ്ടുവന്ന ലിംഗം സ്ഥാപിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇത് മണ്ണുകൊണ്ടുള്ള ലിംഗമാണല്ലോ എന്നുള്ള ആ ഒരു നിസ്സാരമായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ട് ഹനുമാൻ സ്വാമി ആ ലിംഗത്തെ വാലുകൊണ്ടെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ലിംഗം അനങ്ങുന്നില്ല അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹം പരമാവധി അദ്ദേഹത്തിൻ്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ശ്രമിക്കുമെങ്കിലും ആ ലിംഗത്തിന് ഒരു ചലനം പോലും സംഭവിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നിസ്സാരമാണെന്നുള്ളൊരു ഭാവം കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണ് ആ ഒരു രാമേശ്വരത്ത് ആ ഒരു ശിവലിംഗം ഉണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. ഇനി ഏറ്റവും പ്രത്യേകത എന്താണ്? ഈ പൂജയ്ക്ക് ഈ ബില്വപത്രമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയും. കൂവളത്തില കൊണ്ടാണല്ലോ ഭഗവാന് പൂജകൾ അർപ്പിക്കുന്നത്. അത് വളരെ വിശേഷമാണ്. അതുപോലെ പിതൃക്കൾക്ക് ബലിയിടുന്നത്, അതൊക്കെ വളരെ വിശേഷമാണ് ഇന്നത്തെ ദിവസം. ഇനി നമ്മുടെ ഉപവാസം എന്ന് പറഞ്ഞല്ലോ, അപ്പം നമ്മളൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് എത്രമാത്രം ഉപവസിക്കാൻ സാധിക്കും? അതായത് എല്ലാവർക്കും ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാതെ നമുക്ക് ഉപവസിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ വാക്കിനെ ശ്മശാനമാക്കാത്തവർക്ക് വ്രതങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ എടുക്കണം എന്ന് പോലും ഇല്ല. കാരണം ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നവർക്കാണ് ഉപവാസം അല്ലെങ്കിൽ വ്രതങ്ങളൊക്കെ വളരെയധികം നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്. അല്ലാത്തവരും എടുക്കാട്ടോ, പക്ഷേ ഏറ്റവും പ്രധാനം അത്തരക്കാർക്കാണ്. അപ്പോൾ അവർ ഒരു 3 ദിവസമെങ്കിലും സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കാം.
അതായത് ത്രയോദശി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, ഒരിക്കലും എടുക്കാം. അതുപോലെ ഈ ചതുർദശി നാളിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ പിറ്റേ ദിവസം, അന്നത്തെ ദിവസം ഉറക്കമിളക്കുകയും ചെയ്യുമല്ലോ, പിറ്റേ ദിവസം പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം പകൽ ഉറങ്ങിയാൽ നമ്മുടെ തലേ ദിവസത്തെ രാത്രിയിൽ ഉറക്കം ഇളച്ചതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം സ്വാഭാവികമായിട്ടും ഉറക്കം വരും. അങ്ങനെ പകൽ ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പക്ഷേ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ എടുത്ത വ്രതത്തിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പകൽ ഉറങ്ങരുത് പിറ്റേ ദിവസം. അതുപോലെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക. നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക. നമ്മുടെ ഒരു 3 ദിവസമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ആ ഒരു വ്രതത്തിൻ്റെ ഒരു കാഠിന്യം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് പതുക്കെ വേണം നമ്മൾ തിരിച്ചു വരാനായിട്ട്. അതുകൊണ്ടാണ് 3 ദിവസവും ഈ ഭക്ഷണത്തിൽ ക്രമീകരണം വേണമെന്ന് പറയുന്നത്. പരിപൂർണമായിട്ടും സസ്യാഹാരങ്ങൾ ഉപയോഗിക്കുക. ഇനി ഉപവാസ ദിവസം, അതായത് ശിവരാത്രിയുടെ ദിവസം നമുക്ക് ഉപവസിക്കുന്നത് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അത് സാധിക്കാത്തവർക്ക് പഴങ്ങൾ കഴിച്ചുകൊണ്ടോ ഇനി പാല് പോലെയുള്ള പാനീയങ്ങൾ കഴിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഉപവസിക്കല്ല വ്രതങ്ങൾ അനുഷ്ഠിക്കാം. ഇനി അതും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ മാത്രം ഗോതമ്പ് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. ഇനി അന്നേ ദിവസം രുദ്രാക്ഷം ധരിക്കാം. അതൊക്കെ വളരെ പ്രധാനമാണ്. ഇനി ഭസ്മധാരണം, നമ്മൾ ശിരസിൽ ഭസ്മം ധരിക്കുമല്ലോ, ഭസ്മധാരണം വളരെ ഉത്തമമാണ്. ശിരസിൽ നമുക്ക് ഭസ്മം ധരിക്കാം. നെറ്റിയിൽ, കൈകൾ, മാറിടം ഇവിടെയൊക്കെ നമുക്ക് ഭസ്മം ധരിക്കാവുന്നതാണ്. ഈ ഭസ്മം എന്ന് പറയുന്നത് എന്താണ്? അതായത് കാമദേവനെ ചുട്ടരിച്ചിട്ട് ഭഗവാൻ ഭസ്മം ശരീരത്തിൽ ആസകലം പുരട്ടി എന്നാണ് പറയുന്നത്. ഈ കാമദേവൻ എന്തിൻ്റെ പ്രതീകമാണെന്നാണ് പറയുന്നത്? ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അഹന്തയും പലതരത്തിലുള്ള ചിന്തകളെല്ലാം ഉണർന്നു വരും ഇല്ലേ? അപ്പോൾ ഇതിനെയെല്ലാം സംഹരിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് മംഗളം തരികയാണ്, മംഗളം പ്രദാനം ചെയ്യുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതാണ് കാമദേവനെ ചുട്ടരിച്ച് ഭസ്മം പുരട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഭഗവാനെ കാണാനായിട്ട് നമുക്ക് എവിടേക്ക് പോകണം? കൈലാസത്തിലേക്ക് പോകണം ഇല്ലേ? കൈലാസം എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതമാണ്. അത് വളരെ സുദൃഢമാണ്, അചഞ്ചലായിട്ടുള്ളൊരു പർവ്വതമാണ്. അതേപോലെയാണെന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സും. അതായത് ഭഗവാൻ നമ്മുടെ മനസ്സിലാണ് വസിക്കുന്നത്. അപ്പോൾ ആ മനസ്സിൽ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സും എങ്ങനെയായിട്ടുള്ളതായിരിക്കണം? അതായത് ലൗകികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് അചഞ്ചലമായിട്ടുള്ള മനസ്സായിരിക്കണം നമ്മുടേത്. അങ്ങനെയുള്ള മനസ്സിലേ ഭഗവാൻ വസിക്കുള്ളൂ. ഇനി ഈ കൈലാസം എന്ന് പറയുന്നത് എവിടെയാണ്? ഹിമാലയ സാനുക്കളിലാണ് കൈലാസം ഉള്ളത്. ഈ ഹിമാലയം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കാണ് അല്ലേ? മഞ്ഞിൻ്റെ പ്രത്യേകത എന്താ? വളരെ മൃദുവാണ്, വെളുത്തതാണ്. നമ്മുടെ മനസ്സും അതുപോലെയാണെന്നാണ് പറയുന്നത്. വളരെ മൃദുവായ വെളുത്ത പരിശുദ്ധമായിട്ടുള്ള മനസ്സിലായിരിക്കണം അവിടെയാണ് ഭഗവാൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ കൈലാസത്തിലേക്ക് പോകുമ്പോൾ മാനസ സരോവർ എന്ന നദി ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്നാനം ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ നദിയിൽ സ്നാനം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരം ശുദ്ധമാവുന്നുണ്ട് അല്ലേ? ഇതുപോലെ മനസ്സിനെ ശുദ്ധമാക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് കൈലാസത്തിൽ എത്തുകയും ചെയ്യാം, ഭഗവാനെ കാണുകയും ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സാണ് എല്ലാറ്റിലും പ്രധാനമെന്നാണ് പറയുന്നത്. മനസ്സ് ശുദ്ധമായാൽ എന്തുണ്ടായിരിക്കും? ആ മനസ്സിനെ അചഞ്ചലമാക്കി വയ്ക്കുക. അതുപോലെ കാമക്രോധ ലോഭ മോഹാദികളെ അടക്കി ഭഗവാനിലേക്ക് എത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? കൈലാസത്തിലെത്തിയാൽ മഹാദേവനെ കാണാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ വാഹനം എന്താണ്? ഋഷഭാണ്, കാളയാണ് അല്ലേ? ഇത് ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിലൂടെ ചരിച്ചാൽ ഭഗവാനിലേക്ക് വളരെ എളുപ്പം നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി ഭഗവാന്റെ രൂപത്തെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചന്ദ്രക്കലയുണ്ട്. അതായത് ഈ ചന്ദ്രക്കലയുടെ പ്രത്യേകത എന്താണ്? രാത്രിയിലാണല്ലോ ചന്ദ്രൻ ഉദിക്കുന്നത്. വളരെ മൃദുലമായിട്ടുള്ള കിരണങ്ങളായിരിക്കും ചന്ദ്രൻ പൊഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക പാതയിൽ മുന്നേറുന്ന നമുക്ക് വെളിച്ചം തന്ന് വഴി കാണിക്കുന്നതാണ് ചന്ദ്രക്കല. ഇനി തൃക്കണ്ണുണ്ട് അദ്ദേഹത്തിന്. 2 കണ്ണുകളും സൂര്യചന്ദ്രന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സാധനയുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ തൃക്കണ്ണ് തുറക്കും. ഈ തൃക്കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 3ാമത്തെ കണ്ണ് തുറന്ന് ഭഗവാൻ എല്ലാറ്റിനെയും ചുട്ടിരിക്കും, ഭസ്മമാക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എന്നാൽ സത്യത്തിൽ അതാണോ സംഭവിക്കുന്നത്? ഒരിക്കലും അല്ല. അതായത് ഈ തൃക്കണ്ണ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താ പറയുക, ജ്ഞാനേന്ദ്രിയം. അതായത് ഈ 3ാമത്തെ കണ്ണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലതിനെയും, അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറം നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തൃക്കണ്ണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ 7 ചക്രങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എനർജിയെ, കുണ്ടലിനി ശക്തിയെ
വിശുദ്ധിയെ നമ്മൾ ഉണർത്തി സഹസ്രാരത്തിൽ എത്തിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ഈ തൃക്കണ്ണ് തുറക്കുന്നത്. ഈ തൃക്കണ്ണ് തുറന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് മുൻകൂട്ടി വരാനിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് നമുക്കൊരു ജ്ഞാനം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇദ്ദേഹത്തിൻ്റെ തൃക്കണ്ണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സർപ്പത്തെ ധരിച്ചിട്ടുണ്ട്. ഈ സർപ്പം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? നമ്മൾ പറഞ്ഞുല്ലോ, ഈ ഈ ഒരു എനർജി ഒരു സർപ്പാകൃതിയിലാണ്. ഈ ഒരു എനർജിയുടെ മൂവ്മെൻറ്റ്, അതായത് മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് ഒരു എനർജി മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് സർപ്പാകൃതിയിലാണെന്നാണ് പറയുന്നത്. ഇനി സർപ്പം കഴുത്തിലാണല്ലോ. കഴുത്ത് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? വിശുദ്ധി ചക്രമാണ് കഴുത്ത്. അപ്പോൾ മൂലാധാരത്തിൽ നിന്നും ഊർജ്ജത്തെ സഹസ്രാരത്തിൽ എത്തിക്കുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നത്. ഈ സർപ്പം വാലൊക്കെ കുത്തി നിൽക്കുന്നത് പോലെ ആ ഒരു എനർജി മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനെ കുണ്ടലിനിയെ സഹസ്രാരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വിശുദ്ധി, ആ വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് സർപ്പത്തെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഫിൽറ്ററിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് പലതും കാണുന്നുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള അനേക കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ കേൾക്കുന്നുണ്ട് ചെവി കൊണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്, ഇല്ലേ? ഇതിനെയെല്ലാം ഫിൽട്ടർ ചെയ്യുക. അതായത് ഈ വിശുദ്ധി ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഫിൽറ്ററിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഉത്തേജിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടാത്തതൊന്നും ഉള്ളിലേക്ക് അവരെടുക്കില്ല. എത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെ ഒന്നും ഉള്ളിലേക്ക് എടുക്കില്ല. നല്ലതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ കഴുത്തിൽ സർപ്പം ധരിച്ചിരിക്കുന്നത്. ആ ഒരു വിശുദ്ധി ചക്രം എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിശുദ്ധി ചക്രം. അതായത് കഴുത്തിൽ ഈ സർപ്പം ധരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു തത്വത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡമരുണ്ട്, അത് ശബ്ദ തത്വത്തെയാണ് കാണിക്കുന്നത്. ശൂലമുണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കാണിക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും ഭഗവാൻ പരമേശ്വരനെ നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് ലിംഗാരാധനയിലൂടെയാണ് കൂടുതലായിട്ടും, അല്ലേ? പലപ്പോഴും നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ബിംബങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ടുള്ള ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് ലിംഗാരാധനയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ലിംഗത്തിൻ്റെ പ്രത്യേകത എന്താ? ശിവലിംഗത്തിന് കയ്യും കാലോ രൂപങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സഗുണ ആരാധനയിൽ നിന്നും നിർഗുണ ആരാധനയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നൊരു തത്വമാണ്. അങ്ങനെ പടിപടിയായിട്ട് നമ്മെ ആ ഒരു നിർഗുണ ആരാധനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ലിംഗാരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭഗവാൻ നടരാജമൂർത്തിയാണ്. ഭഗവാന്റെ ഒരു നർത്തക ഭാവമാണ് നടരാജമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൽപ്പം തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഭഗവാൻ സൃഷ്ടി നടത്തും. ഇത് അവസാനിക്കുമ്പോൾ എല്ലാം ഭഗവാനിലേക്ക് ആവാഹിച്ചെടുക്കും. അപ്പോൾ ആവിർഭാവവും സംഭവിക്കുന്നുണ്ട്, തിരോഭാവവും സംഭവിക്കുന്നുണ്ട്, തിരോഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒന്നും നശിച്ചു പോകുന്നില്ല, പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൽപ്പം തുടങ്ങുമ്പോൾ എല്ലാ കലകളും ശാസ്ത്രങ്ങളും സൃഷ്ടികളും എല്ലാം ആവിർഭവിക്കുന്നു. ഒടുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അപ്രത്യക്ഷമാവുന്നു. ഭഗവാനിലേക്ക് അത് എടുക്കുകയാണ്. ഇവിടെ അപ്രത്യക്ഷമാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ നടരാജമൂർത്തിയിലൂടെ ഒരു ഊർജ്ജപ്രവാഹമാണ്. ചടുലമായിട്ടുള്ള നൃത്തം, താളം, മുദ്ര, ഇതെല്ലാം നമുക്ക് നടരാജമൂർത്തിയിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഭഗവാൻ എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു തത്വം, ഒരു പ്രതീകമായിട്ടാണ് നടരാജമൂർത്തിയെ കാണാൻ സാധിക്കുക. ഇനി ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ വരുന്നുണ്ട്. സാംബശിവനായിട്ട് വരുന്നുണ്ട്. അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് ശിവം അല്ലെങ്കിൽ ചൈതന്യം എന്നൊക്കെ പറയുന്നത്. ഈ ബോധത്തിന്, അതായത് ശിവൻ്റെ രൂപത്തിനായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പല പല ഭാവങ്ങൾക്കായിക്കൊള്ളട്ടെ, പലതരത്തിലുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു? പല പല കഥകളിലൂടെ കടന്നു പോകുന്നു, അല്ലേ? അതുപോലെ പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതിൻ്റെയൊന്നും തത്വത്തെ ഗ്രഹിക്കാതെ ഈ കഥകളിൽ മാത്രം നമ്മൾ കെട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിന് സാക്ഷാത്കാരം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം അറിവുകൾ നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് വേണം? പരമാവധി കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കണം. അറിവ് എത്രമാത്രം അറിയും തോറും ഭഗവാനിലേക്കുള്ള അടുക്കാനായിട്ടുള്ള ഒരു രസം കൂടുകയാണ് ചെയ്യുക. നമുക്ക് ആ ഒരു തത്വത്തെ ഗ്രഹിക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനും നമുക്ക് സാധിക്കും, ഇല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാനെ ഉണർത്തുന്നത് വരെ മാത്രമേ നമുക്ക് ഈ വിഗ്രഹത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭഗവാൻ
ഭഗവാൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു വിഗ്രഹാരാധനയുടെ പോലും ആവശ്യമില്ല. വെറും ധ്യാനത്തിലൂടെ നമുക്ക് ആ ഭഗവാനുമായിട്ട് ഒന്നുചേരാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ ദിവസം ഉറങ്ങാതിരിക്കുന്നുണ്ട് ഇല്ലേ? ഈ ഉറങ്ങാതിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ കഫം കുറയാണ് ചെയ്യുന്നത്, അതോടൊപ്പം വായുവിൻ്റെ ശക്തി കൂടുകയും ചെയ്യും. അപ്പോൾ ഉറക്കമിളയ്ക്കുമ്പോൾ ഈ കഫമാണ് നമുക്ക് മന്ദത ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വളരെ വൈകി എഴുന്നേൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ദിപ്പുണ്ടായിരിക്കും അവർക്ക് ഇല്ലേ? അതെന്തുകൊണ്ടാണ്? അവർ ഒരുപാട് നേരം കിടന്നുറങ്ങുമ്പോൾ ആ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ്. അങ്ങനെയാണ് അത് മന്ദത ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉറങ്ങാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കഫത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അത് കുറയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തെ ഒരു ചിട്ടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ശരീരം എത്രമാത്രം നന്നായിട്ട്, നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലേ? ഈ ശരീരത്തെ എത്ര നന്നായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു അത്രയും നമുക്ക്, ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കൂ, ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റുള്ള ഒരു ജീവികൾക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്കൊരു മനുഷ്യജന്മം കൂടിയേ തീരൂ. ഇനി മനുഷ്യനല്ലാത്ത പല ജീവികളും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഗജേന്ദ്രമോക്ഷമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ എങ്കിലും ഒരു മനുഷ്യജന്മത്തിലൂടെയാണ് നമുക്ക് ആ ഒരു പോസിബിലിറ്റി കൂടുതലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഭഗവാനെ പ്രാപിക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം, ശാന്തമാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് ഏറ്റവും നല്ല വഴി എന്താണ്? മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ പഞ്ചാക്ഷരം ജപിക്കുക. ഇനി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ, പച്ച ഇലകൾ, അതുകൊണ്ടൊക്കെയാണല്ലോ ബില്വപത്രമൊക്കെ സമർപ്പിക്കാൻ പറയുന്നത്. ഇനി എല്ലാ ദിവസവും ശിവരാത്രി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ മാസത്തിലും ശിവരാത്രി വരുന്നുണ്ട്, എല്ലാ വർഷത്തിലും ശിവരാത്രി വരുന്നുണ്ട്. അതാണ് മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ 14 കൊല്ലം അടുപ്പിച്ച് നമ്മൾ ശിവരാത്രി നോറ്റാൽ നമുക്ക് അക്ഷയ പുണ്യമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത്. അപ്പം അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വർഷം നോറ്റു, അടുത്ത വർഷം നമ്മൾ ഉണ്ടാവും തന്നെ എന്തുറപ്പ്? അപ്പം അതൊന്നും നമുക്ക് ചിന്തിക്കാനോ പറയാനോ സാധിക്കില്ല അല്ലേ? അപ്പം കഴിയാവുന്നത്ര നമുക്ക് ഈ ഒരു 14 വർഷവും അടുപ്പിച്ച് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ ആ ഒരു വ്രതത്തിൻ്റെ പുണ്യം ഒരു അക്ഷയ പുണ്യമായിട്ട് നമ്മളിൽ നിലകൊള്ളും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു മലിനോർജ്ജമുണ്ട്, അതിനെ കളഞ്ഞ് നല്ല ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട് ഈ വ്രതങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. ഈ ശിവരാത്രി വ്രതം നോൽക്കുന്നത് സർവ്വകാമപ്രദത്തെ നൽകും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് സാധ്യമാവും. ഇനി അതുമാത്രമല്ല, നമുക്ക് മുക്തി ലഭിക്കും. അങ്ങനെ ഒരു ഏറ്റവും വലിയ പരമമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? മുക്തി നേടുക അല്ലെങ്കിൽ മോക്ഷം നേടുക എന്നുള്ളതാണ്. ആ ഒരു മോക്ഷത്തെ നൽകാനും ഈ ഒരു ശിവരാത്രി വ്രതത്തിന് സാധിക്കും. അപ്പോൾ പരമാവധി ആ ഒരു ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട്, അപ്പം നമ്മൾ ഈ വ്രതവും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ഊർജ്ജം, അത് വലിയൊരു പ്രവാഹം തന്നെയാണ് ഊർജ്ജത്തിൻ്റെ അല്ലേ? ഈ ഒരു ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അല്ലേ? നമ്മുടെ ശരീരവും മനസ്സും എല്ലാം തയ്യാറാകണം. അതിന് വേണ്ടിയിട്ട് ഒരു 7 ദിവസമെങ്കിലും നോൺ വെജ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ഞാനിത് പറയുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. ഇനി അടുത്ത ശിവരാത്രി മുതലെങ്കിലും അത് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ ഒരു ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരം സജ്ജമാകാൻ വേണ്ടിയിട്ടാണ് ശിവഭജനം ചെയ്യുക. അതുപോലെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുക, അഷ്ടോത്തര ശതം ജപിക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ നേടാനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വ്രതാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ എന്താ പറയുക, ആചാര്യസ്വാമികളുണ്ടല്ലോ, അദ്ദേഹം ശിവാനന്ദ ലഹരിയിൽ പറയുന്നുണ്ട് 4 തരം മുക്തി അദ്ദേഹം നേടിയെന്നാണ് പറയുന്നത്. ശിവപൂജയിലൂടെ സാരൂപ്യമുക്തി, ജപത്തിലൂടെ സാമീപ്യമുക്തി, ഇനിയും ഈ ശിവഭക്തരെല്ലാം ഒരുമിച്ചൊരു സാങ്കത്യം ഉണ്ടായിരിക്കുമല്ലോ, അതിലൂടെ സാലൂക്യമുക്തി, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സായുജ്യമുക്തി, അങ്ങനെ 4 തരത്തിലുള്ള മുക്തി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഭജിക്കുമ്പോൾ നമുക്ക് മോക്ഷം അല്ലെങ്കിൽ മുക്തി നേടുന്നുണ്ട്. എന്താണ് ഈ മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള കാമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ, ആ ഒരു ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ സമർപ്പിക്കുന്നു. അതിനൊക്കെ ശുദ്ധി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മൾ പറഞ്ഞല്ലോ പലതരത്തിലുള്ള അഭിഷേകങ്ങൾ ഭഗവാന് ഈ ഒരു ശിവരാത്രി ദിവസം മാത്രമല്ല കേട്ടോ, ഭഗവാന് അത് നിത്യവും അഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ പലതരത്തിലുള്ള അഭിഷേകങ്ങളുണ്ട്. ഇത് വെറും ആചാരമൊന്നും അല്ല കേട്ടോ. വെള്ളം കൊണ്ട്, പാൽ കൊണ്ട്, തേൻ കൊണ്ട്, ഇളനീർ കൊണ്ട്, ഭസ്മം കൊണ്ട് പലതരത്തിലും ഭഗവാന് അഭിഷേകം നടത്തുന്നുണ്ട്. ഇവിടെ വെള്ളം കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൻ്റെ പ്രതീകമാണ്? വെള്ളം കൊണ്ട് അഭിഷേകം നടത്തുമ്പോൾ മനഃശുദ്ധി ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി പാൽ കൊണ്ടാണെങ്കിലോ സത്വഗുണം വർദ്ധിക്കും. തേനാണെങ്കിലോ മധുരമായിട്ടുള്ള വാക്കുകളും ചിന്തകളും നമ്മുടെ ഉള്ളിൽ നിറയും. ഇളനീർ കൊണ്ടാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജീവൻ പ്രദാനം ചെയ്യുന്നു. ഭസ്മമാണെങ്കിലോ എല്ലാം നശ്വരമാണെന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ തെളിയുന്നു. അപ്പോൾ എൻ്റെ അഹങ്കാരത്തെ ഞാൻ കഴുകി കളയുന്നു ഭഗവാനെ എന്നുള്ളൊരു ആത്മസമർപ്പണമാണ് ഈ അഭിഷേകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ധ്യാനം ചെയ്യുക, മന്ത്രജപം ചെയ്യുക, നിശബ്ദതയിലാണ് നമ്മൾ ഈ ഒരു ധ്യാനവും മന്ത്രജപമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വയം നമുക്ക് ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയമായിട്ടാണ് ഈ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രാത്രിയിൽ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ അന്തരംഗം ഉണരാനായിട്ട് തയ്യാറാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഒരു ശുദ്ധി വരുത്തുക. ഇനി ഈ ഓം നമഃശിവായ എന്നുള്ളൊരു പഞ്ചാക്ഷരിയാണല്ലോ നമ്മൾ ജപിക്കാൻ പറഞ്ഞത്. ഈ മന്ത്രം എന്ന് പറയുന്നത് വെറും ജപം മാത്രമല്ല. എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഓംകാരത്തെക്കുറിച്ച് പിന്നെ അർത്ഥവ്യാഖ്യാനം നടത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. അത്രയും അനന്തമായിട്ടുള്ള വ്യാഖ്യാനം ഈ ഒരു ഓം എന്ന ശബ്ദം പ്രണവ മന്ത്രത്തിന് ഉണ്ട്. അത് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അത് അനന്താണ്. അത് ഈ ഒരു ചെറിയ വീഡിയോയിലൊന്നും തീരില്ല. ഇനി നമഃശിവായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ന എന്നാൽ ഭൂമിയാണ്. ഇതൊരു എന്താ പറയുക, ഓരോ പഞ്ചഭൂതങ്ങളെയും ഈ ഒരു അക്ഷരങ്ങളിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. ന എന്നാൽ ഭൂമിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മാ ജലം, ഷി എന്നാൽ അഗ്നി, വാ വായു, യാ ആകാശം. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെയും ശിവചൈതന്യത്തിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചാക്ഷരം ജപിക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എൻ്റെ ശരീരം, മനസ്സ്, അഹങ്കാരം ഇതെല്ലാം ഞാൻ ശിവതത്വത്തിലേക്ക് സമർപ്പിക്കുന്നു ഭഗവാനെ. ഇതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പവർ ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഉപവാസത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്? അതായത് വിശന്നിരിക്കുക എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം. ദേഷ്യം, കോപം, അഹങ്കാരം, വാശി, വിദ്വേഷം ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. അതുപോലെ വാക്കുകൾ പരമാവധി മൗനവ്രതമൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമമാണ്. കാരണം വാക്കുകൾ കൊണ്ട് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് നമ്മുടെ ചുറ്റിലും വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, മോശമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ. അപ്പോൾ ഇതിനെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ഒരു ഉപവാസം കൊണ്ട് സാധിക്കണം. അതുപോലെ നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കാൻ സാധിക്കണം. അപ്പോൾ ശരീരത്തിനേക്കാൾ ആത്മാവിന് പ്രാധാന്യം നൽകുന്ന ഒരു പരിശീലനമാണ് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശിവൻ്റെ അലങ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നാഗമുണ്ട്, ചന്ദ്രനുണ്ട്, ഗംഗയുണ്ട്, ഭസ്മുണ്ട്, ത്രിനേത്രം. ഇതൊക്കെ എന്താണോ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നാഗം നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് സഹായിക്കുന്നു. ചന്ദ്രനാണെങ്കിലോ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ബോധമാണ്. ഗംഗ എന്ന് പറയുന്നത് ദിവ്യജ്ഞാന പ്രവാഹമാണ്. ഭഗവാൻ നമുക്ക് നൽകുന്ന അനന്തമായിട്ടുള്ള ആ ഒരു ദിവ്യജ്ഞാനമാണ് ഗംഗയിലൂടെ നമുക്ക് ആ ഒരു തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭസ്മം എന്നുള്ളത് കൊണ്ട് എന്താ, എല്ലാം നശ്വരമാണ് എന്നുള്ളൊരു ഭാവമാണ്. ത്രിനേത്രം എന്താണ്? ജ്ഞാനനേത്രമാണ്. അതായത് നമ്മുടെ അഹങ്കാരത്തെ ദഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ത്രിനേത്രം. ഇനി ഈ ഒരു ശിവരാത്രി എന്ന് പറയുന്ന വ്രതം ഒരു ആത്മീയ വിപ്ലവം തന്നെയാണ്. നീ ശരീരം മാത്രമല്ല, നീ മനസ്സ് മാത്രമല്ല, നീ ശിവതത്വമാണ്. അജ്ഞാനമായിട്ടുള്ള രാത്രിയിൽ നിന്ന് ശിവബോധത്തിലേക്കുള്ള ആത്മീയമായിട്ടുള്ള ഉണർവാണ് ഈ ഒരു ശിവരാത്രി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു ശുദ്ധ ചൈതന്യത്തെ, സാക്ഷിബോധത്തെ നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് വേണ്ടത് ശിവരാത്രി വ്രതം കൊണ്ട്. ശിവോഹം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? ഞാൻ ശിവനാണ്. ഇതൊരു അഹങ്കാരവാക്യമല്ല. എൻ്റെ ഉള്ളിലുള്ള ശുദ്ധ ബോധമാണ് ശിവൻ എന്നൊരു ബോധവാക്യമാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഇനി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്രതം എടുക്കാനായിട്ട് സാധിക്കാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക, കഴിയുന്നതും നേരത്തെ എഴുന്നേൽക്കാം. എഴുന്നേറ്റ് കുളിച്ച് ഭസ്മം ധരിക്കാം. അതുപോലെ വേണ്ടവർക്ക്, താല്പര്യമുള്ളവർക്ക് രുദ്രാക്ഷം ധരിക്കാം. അതുപോലെ ജപത്തിന് വേണ്ടിയിട്ടും പാരായണത്തിന് വേണ്ടിയിട്ടും നമുക്കൊരു ദിവസത്തെ മാറ്റിവെക്കാം. നമ്മുടെ കർമ്മങ്ങളിലൊന്നും ഒരു വിഘ്നങ്ങളും സംഭവിക്കരുത്. അതായത് നമ്മളൊരാൾ ശിവരാത്രി നോൽക്കുന്നു എന്ന് കരുതി നമ്മുടെ വീട്ടിലുള്ളവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിഘ്നങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ
സദാ ഭഗവാനോടൊത്ത് വസിക്കുക, അതാണ് ഉപവസിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സദാശിവ സങ്കല്പം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, അതായത് പഞ്ചകൃത്യ സങ്കല്പം എന്നൊക്കെ പറയാം. ശിവന്റെ 5 പ്രവർത്തനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. അനുഗ്രഹം എന്നാൽ മോക്ഷം. അപ്പോൾ ശിവൻ ഒരിക്കലും ഒന്നും നശിപ്പിക്കുന്നവനല്ല, മോക്ഷത്തിന് വേണ്ടിയിട്ട് മാറ്റങ്ങളെ സൃഷ്ടിക്കുന്നവനാണ് ഭഗവാൻ. ഇവിടെ ലിംഗാരാധനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു മനുഷ്യരൂപത്തിൽ സങ്കല്പിക്കാതെ സകല രൂപങ്ങൾക്കും അതീതനായിട്ട് ഭഗവാനെ കാണാനായിട്ട് നമുക്ക് ഈ ഒരു വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ ഭഗവാന്റെ ആ ഒരു കോസ്മിക് ഡാൻസ് ഉണ്ട് നടരാജ രൂപത്തിൽ, അതായത് സൃഷ്ടിയും നാശവും ആ ഒരു നൃത്തത്തിൻ്റെ, അതായത് കാലത്തിൻ്റെ താളാണ് ഭഗവാന്റെ ആ ഒരു നടരാജൻ എന്നുള്ള ഒരു ഭാവം. ബ്രഹ്മാണ്ടത്തിൻ്റെ സ്പന്ദനാണെന്ന് തന്നെ പറയാം. അതായത് ജീവിതം തന്നെ ഒരു നൃത്തമാണ്, അതിൻ്റെ സാക്ഷിയാണ് ഭഗവാൻ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ശിവൻ ഒരിക്കലും പുറത്തുള്ളൊരു ദൈവമല്ല, നമ്മുടെ ശ്വാസത്തിൽ, നിശബ്ദതയിൽ, നമ്മുടെ ബോധത്തിൽ, ഇവിടെയെല്ലാം ശിവനുണ്ട്. അപ്പോൾ ആ ശിവനെ ആരാധിക്കുന്ന രാത്രി, അല്ലെ ഉണർത്തുന്ന രാത്രിയാണ് ഈ ഒരു ശിവതത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ ദേഹമല്ല, നീ മനസ്സല്ല, നീ ശിവതത്വമാണ് എന്നാണ് ഓരോ ശിവരാത്രിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ആ ഒരു ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.